ദ ജേർണലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലേറി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമപ്രവർത്തകൻ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹത്തോട് ഇത്രയും പരുഷമായ രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. മോശമാണ്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത്. CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന ആരോപണം നേരിടുന്ന റിപ്പോർട്ടർ ചാനലിന്റെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ടറാണ് AV ജയശങ്കർ എന്ന ഈ ചോദ്യം ചോദിച്ച ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തകൻ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. കണ്ടതിന് ശേഷം അദ്ദേഹം പതിവ് ശൈലിയിൽ ഇത്രയും മതി, അവസാനിപ്പിക്കുന്നു എന്ന മട്ടിൽ സമയം കഴിഞ്ഞതിനാൽ എഴുന്നേൽക്കുന്നു. തൊട്ടു പിന്നാലെ ആ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇടതുവശത്ത് ചേർന്ന് നിന്നിരുന്ന AV ജയശങ്കർ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റത്തിന് ശേഷം കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രം മറുപടി പറയുന്ന, അവരുടെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്ന അങ്ങയുടെ ശൈലി അത് ശരിയല്ല. അവർക്ക് മാത്രമല്ല ചോദ്യങ്ങളുള്ളത്, ഞങ്ങൾക്കൊക്കെ ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് മുഖ്യമന്ത്രിയോട് പറയുകയാണ്. അപ്പോൾ ആ സമയം മുഖ്യമന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിച്ച് പുറത്തേക്കുള്ള വഴിയിലേക്ക് കുറച്ചങ്ങോട്ട് നീങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരൊക്കെ കൂടെയുണ്ട്. അദ്ദേഹം അങ്ങനെ പോവുകയാണ്. അപ്പോൾ തന്നെ AV ജയശങ്കർ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ ഒരു അന്ധാളിപ്പ്. പത്രക്കാർക്കിടയിൽ പോലും ഞങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ കഴിയുന്ന ഒരാളുണ്ടോ എന്ന മട്ടിൽ സകലരും അമ്പരന്ന് നിൽക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കേട്ടപാടെ അല്പം രൂക്ഷമായ മുഖഭാവത്തോടുകൂടി ജയശങ്കറിനെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് കസേരയിൽ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കണം, അല്ലാതെ മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. ചോദിക്കേണ്ട സമയം തന്നിട്ടുണ്ട്, ആ സമയത്ത് നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത് എന്ന രീതിയിൽ കൃത്യമായൊരു മറുപടിയും പറഞ്ഞിട്ട് ആ പരിപാടി അവിടെ അവസാനിക്കുന്നു. പക്ഷെ അതിനുശേഷം മുഖ്യമന്ത്രിയെ ചോദ്യം ചോദിച്ച് വിറപ്പിച്ച ഒരു യുവ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ജയശങ്കർ ആഘോഷിക്കപ്പെടുന്ന കാഴ്ചയാണ്, ആ വീഡിയോകൾ വൈറലാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. കോൺഗ്രസ്സുകാർ ഈ വീഡിയോ ഒരു പ്രത്യേക വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. അതിനുള്ള കാരണം മഹാരാജാസ് കോളേജിലെ ഒരു മുൻ KSU പ്രവർത്തകനാണ് AV ജയശങ്കർ എന്നുള്ളത് കൂടിയായിരുന്നു. അതായത് 2020 കാലഘട്ടത്തിൽ KSUവിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ജയശങ്കർ. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാണോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നട്ടെല്ലുറപ്പുള്ള ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയായ മാധ്യമപ്രവർത്തകനാണ് ജയശങ്കർ എന്ന മട്ടിലൊക്കെ കോൺഗ്രസ് പ്രൊഫൈലുകൾ ഇതിനെ വലിയ ആഘോഷമാക്കി. അതിൽ ചില പോസ്റ്റുകൾ നോക്കുക. പിണറായിക്ക് നേരെ ഇക്കാലത്തും അടിമകളല്ലാത്ത നട്ടെല്ലുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ്. കൊള്ളാമട മോനെ, ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 ചോദ്യം കൈരളി, 1 ചോദ്യം ദേശാഭിമാനി. പത്രസമ്മേളനം കഴിഞ്ഞു. ചോദ്യം നേരത്തെ വാങ്ങി ഉത്തരവും എഴുതി തയ്യാറാക്കി PR വർക്കുമായി ഇറങ്ങിയാൽ അതും കണ്ട് മിണ്ടാണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞു സാറേ. എല്ലായിടത്തും പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്. കുമ്പിട്ട് നിന്ന് ഓംബ്ര എന്ന് പറയുന്നതൊക്കെ പണ്ട്. ഇനി ഡയലോഗും അടിച്ച് എണീറ്റ് പോയ പിണറായി വിജയൻ്റെ PR വർക്കിനെതിരെ ആർജവത്തോടെ നിലപാട് പറഞ്ഞ് തിരിച്ചു വരുത്താനും അവിടെ ഇരുത്തി മറുപടി പറയിപ്പിക്കാനും മുൻകൈയെടുത്ത AV ജയശങ്കർ ആരാണെന്നറിയണം. എങ്കിൽ അവനൊരു ആർജവമുള്ള KSUക്കാരനായിരുന്നു എന്ന് പറയും. മഹാരാജാസിലെ KSUക്കാരൻ എന്ന നിലയിലാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അതായത് പൊതുജനങ്ങൾ ഒരു അത്ഭുതത്തോടുകൂടി ഈ 10 വർഷത്തിനിടയിലും മാധ്യമപ്രവർത്തകൻ പിണറായി വിജയനോട് പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി അദ്ദേഹത്തെ എഴുന്നേറ്റ് പോയിടത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇരുത്തിച്ചു. വലിയ സംഭവമാണ്. സർക്കാരിനെതിരായ ഉറച്ച ശബ്ദമെന്ന നിലയിൽ AV ജയശങ്കറിനെ വാഴ്ത്തുമ്പോൾ കോൺഗ്രസ്സുകാർ ഒരു പടി കൂടി കടന്ന് ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്, അതിൻ്റെ എല്ലാ ഗുണവും അവനുണ്ട് എന്ന തരത്തിൽ കൂടി അവരെ വാഴ്ത്തുകയാണ്. പക്ഷേ CPM കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണം നേരെ മറിച്ചാണ്. ഒരു പടി കൂടി കടന്ന് ഈ തെരഞ്ഞെടുപ്പ് വരെ ക്ഷമിക്കാം, അത് കഴിഞ്ഞിട്ട് ഇയാളെ കൈകാര്യം ചെയ്യണം. അതായത് AV ജയശങ്കർ എന്ന് പറയുന്ന റിപ്പോർട്ടർ TVയുടെ കൊല്ലം മാധ്യമപ്രവർത്തകനെ കൈകാര്യം ചെയ്യണം, നേരിട്ട് കാണണം, ഇതിനുള്ള മറുപടി കൊടുക്കണമെന്ന തരത്തിൽ വ്യാപകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം ജയശങ്കറിൻ്റെ ജോലി കളയിക്കണമെന്ന മട്ടിൽ അരുൺകുമാറിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിരവധി നിവേദന രൂപത്തിലുള്ള
പല പ്രതികരണങ്ങളിലും സോഷ്യൽ മീഡിയയിൽ പലരും എഴുതി കണ്ടു. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് അനുകൂലമായി പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തൊരു മാധ്യമ സ്ഥാപനമായി റിപ്പോർട്ടർ അധപതിച്ചു എന്ന നിലയിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന അതേ സമയത്ത് തന്നെയാണ് റിപ്പോർട്ടർ ടിവിയുടെ കൊല്ലം റിപ്പോർട്ടറായിട്ടുള്ള AV ജയശങ്കർ ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ മാധ്യമ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന കോണ്ടെക്സ്റ്റിന് പുറത്തു നിന്നുകൊണ്ട് ഒരു KSUകാരനായി പ്രവർത്തിച്ചു എന്നൊരു ആരോപണം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ AV ജയശങ്കറിനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം എന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിനുകൾ, അപകടകരമായ ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് നോക്കുക. ഇന്ന് കൊല്ലത്ത് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം അരമണിക്കൂർ കഴിഞ്ഞ് അവസാനിപ്പിച്ച അദ്ദേഹം ചവറയിലെ പൊതുയോഗത്തിന് പോകാനായി എഴുന്നേറ്റ് പോകുമ്പോൾ ഒരാൾ ഭയങ്കരമായി ബഹളമുണ്ടാക്കുന്നു. താങ്കൾ എന്താണ് കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രം ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുന്നത്? മറ്റുള്ളവർ എന്തിനാണ് വന്നത്? ഇത് വളരെ മോശമാണ്, ഇത് വളരെ മോശമാണെന്ന് അയാൾ ഉച്ചത്തിൽ അലറുന്നുണ്ടായിരുന്നു. ഉടനെ മുഖ്യമന്ത്രി തിരിച്ചു വന്നു. ചോദ്യം മനസ്സിൽ കൊണ്ടുവന്നിരുന്നാൽ പോരാ, ചോദിക്കണം. എന്നോട് ചോദ്യം ചോദിക്കുന്ന ആൾ ഏത് സ്ഥാപനത്തിൽ നിന്ന് വന്നത് എന്ന് നോക്കിയിട്ടല്ല ഞാൻ മറുപടി പറയുന്നത്, ചോദിച്ചാൽ പറയും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നിട്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും മുഖ്യമന്ത്രിയെ തൂക്കിയടിച്ച് വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ആ ബഹളമുണ്ടാക്കിയ ആൾ ആരാണെന്ന് വെറുതെ ഒന്ന് നമ്മൾ അന്വേഷിച്ചു. ആളിനെ തിരിച്ചറിഞ്ഞു. ഈ കോലവുമായി നിൽക്കുന്ന ആളാണ് AV ജയശങ്കർ, മുൻ KSU നേതാവാണ്. ഉദ്ദേശം വ്യക്തം, അലമ്പുണ്ടാക്കിയത് വാർത്തയാക്കൽ മാത്രം. കേരളത്തിൽ ഇന്നുള്ള ഒരു കൊടികെട്ടിയ മാധ്യമപ്രവർത്തകന് പോലും പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ കഴിയില്ല. പിന്നെയല്ലേ പിണറായി വരമ്പയിൽ കൊടി പിടിച്ച് നടക്കുന്ന കാലത്ത് അവൻ്റെ അപ്പൻ്റെ ഞരമ്പയിൽ പോലും കിളിർക്കാത്ത ചീള് കേശു ചെക്കൻ എന്നാണ് ഒരു പ്രചാരണം. അതായത് CPM കേന്ദ്രങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രകോപിതരായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയശങ്കറിൻ്റെ പഴയ പാർട്ടി പാരമ്പര്യമൊക്കെ എടുത്തിട്ട് അയാൾ ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയുള്ള, കോൺഗ്രസ്സിന് വേണ്ടിയുള്ള വിടുപണിയാണെന്ന മട്ടിൽ അയാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യണമെന്ന മട്ടിലാണ് പോസ്റ്റുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ് നോക്കുക. ക്രിമിനൽ മാധ്യമ പ്രവർത്തകന്മാരെ കേരളം തിരിച്ചറിയണം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അലങ്കോലമാക്കി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഇത്തരം ചെറ്റകളെ കേരളം കരുതിയിരിക്കണം. നോക്കുക, ഇതൊരു വലിയ ക്രിമിനൽ ഒഫൻസാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ജയശങ്കർ ചെയ്തൊരു ക്രിമിനൽ പ്രവർത്തനമാണ്, ക്രിമിനൽ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടി കൊടുക്കണമെന്ന മട്ടിൽ കുറെ കൂടി കടുത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ച ഒരു പ്രതികരണം എന്ന് പറയുന്നത്, അതായത് സൈബർ സഖാക്കളൊക്കെ വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് അർജുൻ ആയങ്കി എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷെ ആ പോസ്റ്റ് നോക്കുക. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാത്രം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോകുന്ന മഹാമോശമാണ് CMA. മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, കൈരളി, 24 മുതലായ ചാനലുകാരൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നിൽ എവിടെയോ പോയി അണ്ണാക്കിൽ പഴം തിരികിയിരുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറായ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞൊരു തെറിയാണ്. അത് കഴിഞ്ഞിട്ട് അത് CM എഴുന്നേറ്റ് പോകുന്ന അവസരത്തിൽ 2-3 ദിവസം വീട്ടിൽ നിന്ന് റിഹേഴ്സൽ ചെയ്തു വന്നൊരു പ്രകടനം കാഴ്ചവെക്കുന്നു. ശേഷം വൈറൽ. നോക്കുക, ഈ മാധ്യമപ്രവർത്തകൻ ബോധപൂർവം മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വീട്ടിലിരുന്ന് പലതവണ റിഹേഴ്സൽ നടത്തി കാണാപ്പാടം പഠിച്ചു വന്നിട്ട് നടത്തിയൊരു പ്രകടനമായിരുന്നു ഇത്. അതൊരു ക്രിമിനൽ പ്രവർത്തനമാണെന്ന തലത്തിലേക്ക് പോലും പ്രചാരണങ്ങൾ സൈബർ ഇടങ്ങളിൽ CPM കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. പിണറായിക്ക് ചോദ്യങ്ങളെ പേടിയെന്നും കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രമേ മറുപടി കൊടുക്കൂ എന്നും നിന്റെ മുതലാളി മരമുറിക്കള്ളൻ ആന്റണിക്കും നാവെടുത്താൽ ഇടതുപക്ഷ വിരുദ്ധം മാത്രം ഒഴിയുന്ന സതീശൻ്റെ സ്വന്തം സ്മൃതിക്ക് പോലും അഭിപ്രായമോ ആക്ഷേപമോ ഉണ്ടാകില്ല. നോക്കുക എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത് പ്രചാരണങ്ങളെന്ന്. വാർത്താ സമ്മേളനത്തിൽ മര്യാദ പാലിക്കാതെ സതീശനിസവുമായി ഇലറിക്കൊണ്ടുവന്നാൽ നിന്നെപ്പോലുള്ള കഞ്ഞിക്കുഴികൾക്ക് മുള്ളുമുരിക്കുകൊണ്ട് മറുപടി നൽകും. അത് നീ ചോദിച്ചു വാങ്ങും. വ്യക്തമായ ഭീഷണിയാണ്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് അർജുൻ ആയങ്കിയെ പോലുള്ളവർ പറയുന്നത്. അതിന് വന്നിരിക്കുന്ന കമൻറ്റുകൾ നോക്കുക. ഇവനെ അടിക്കണം, തകർക്കണം എന്ന രീതിയിലേക്കാണ് പ്രതികരണം. വാക്കുകളിൽ ഒതുങ്ങരുത്, കൈകാര്യം ചെയ്യണം അവനെ എന്ന് പറയുന്നു. അതുപോലെ വെറും കാണലായി പോകരുത്, അവധിക്ക് വയ്ക്കൂ, ഇവനെ കാണേണ്ട പോലെ കാണണം തുടങ്ങി ഇവനെ കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇലക്ഷൻ കഴിയട്ടെ നിന്നെ ഞങ്ങൾ കണ്ടോളാമെന്നാണ് ഒരാൾ പറയുന്നത്. മനോജ് സാർ മഹാരാജാസ് കോളേജിലെ പഴയ KSUക്കാരനായിരുന്നില്ലേ? അവിടുത്തെ SFI പിള്ളേരുടെ ഇടി അവസാനത്തേതാണെന്ന് കരുതരുത് അല്ലെ? പൃഥ്വിരാജ് സിനിമാ ഡയലോഗാണ്. അപ്പൊ തല്ലുമെന്നുള്ള സൂചന തന്നെയാണ് ഇതിലൊക്കെ പറയുന്നത്. മറ്റൊരു കമന്റ് നോക്കുക. ആ പ്രകടനം കൊണ്ട് നീ എന്തോ വലിയ സംഭവമായി എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ കോൺഗ്രസ്സുകാരൻ്റെ ഗുണ്ടായിസം മാധ്യമപ്രവർത്തകന് ചേർന്നതല്ലെന്ന് നിനക്കപ്പോൾ ബോധ്യപ്പെടില്ല. നീ ആക്രോശിച്ചതിന് രസിച്ചവരുണ്ടാകും, രസിക്കാത്ത മറുപക്ഷമുണ്ട്. കൃത്യമായ ഭീഷണി തന്നെയാണ്. രസിക്കാത്തവർ എന്തും ചെയ്യും എന്ന നിലയിലേക്ക് തന്നെ അതിനെ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കുക, പിന്നൊരു പോസ്റ്റ് വന്നിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, കേസ് വന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് കാണണം.
അതിനടിയിലാണ് ഒരുപാട് കമൻറ്റുകൾ വന്നിരിക്കുന്നത്. ഇലക്ഷൻ കഴിയട്ടെ, കഴിഞ്ഞ പാടെ നമുക്ക് കൊടുക്കണം, മാറ്റിവെക്കരുത്, പിന്നത്തേക്ക് വെക്കരുത്, കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിലുള്ള ആക്രോശങ്ങളാണ് ആ മാധ്യമപ്രവർത്തകനെതിരെ ഉയരുന്നത്. നോക്കുക, ഇവിടെ ആ മാധ്യമപ്രവർത്തകൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇനിയല്ല പ്രസ് ക്ലബിൻ്റെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ കോഡ് ഓഫ് എത്തിക്സിന് വിരുദ്ധമായിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി ആ കമ്പനി മുഖാന്തരമൊക്കെ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് പരാതികളോ മറ്റു പരിപാടികളിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഒരാളെ തെരുവിൽ തല്ലണം, അവനെ കൈകാര്യം ചെയ്യണം, ഇലക്ഷനൊന്ന് കഴിയട്ടെ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ നീ വേദനിപ്പിച്ചു, ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് അങ്ങനെ ചോദിക്കാൻ നീ ആരാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണങ്ങൾ, അത് CPM ആണ് പറയുന്നത്. DYFIയും SFIയും അടങ്ങുന്ന ഇടതുപക്ഷ CPMനൊപ്പം നിൽക്കുന്നവരാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഏതൊക്കെ മാധ്യമപ്രവർത്തകരെന്ന് മാത്രമല്ല ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ പറഞ്ഞതുപോലെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരന് കാര്യമായ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്ന് മാത്രമല്ല ചെറുപ്പക്കാരൻ്റെ ജോലി പോലും നഷ്ടപ്പെട്ടേക്കാമെന്നും ഞാൻ കരുതുന്നു. അതിന് അത്തരത്തിലൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രചാരണം നോക്കുക. ഡോക്ടർ അരുൺ കുമാർ, താങ്കളുടെ വേറിട്ട മാധ്യമ പ്രവർത്തനവും താങ്കളുടെ സഹപ്രവർത്തകരെ പോലെ പ്രലോഭനങ്ങളിൽ വീഴാതെ ആർജവുമുള്ള സമീപനവും ശ്ലാഘനീയം തന്നെ. എന്നാൽ താങ്കൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ചാനലിലെ AV ജയശങ്കർ എന്ന കോൺഗ്രസ്കാരൻ ഇന്ന് സമാരാധനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അങ്ങേയറ്റം മോശമായി അധിക്ഷേപിച്ചത് കണ്ടു കാണുമല്ലോ. നിറയെ പുഴുക്കുത്തുകളുള്ള താങ്കളുടെ തൊഴിൽ മേഖലയിൽ താങ്കളടക്കമുള്ള ചുരുക്കം ചിലർ ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ അപ്പാടെ റദ്ദു ചെയ്യുകയാണ് ഇതുപോലെയുള്ള അധമർ. ചാനലിലെ ശമ്പളം കൂടാതെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം ശമ്പളം വാങ്ങുന്നുണ്ട് എന്ന് അനുമാനിക്കണം. ഈ ഇരട്ട ശമ്പളക്കാരനെ തിരുത്തിയില്ലെങ്കിൽ, ഏറ്റവും കുറഞ്ഞത് പരസ്യമായി ഇയാളുടെ അധമ പ്രവൃത്തിക്കെതിരെ ഒരു പരാമർശമെങ്കിലും നടത്തിയില്ലെങ്കിൽ താങ്കൾ ചാനലിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത് യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ആളെ പറ്റിക്കുന്ന കേവലം റേറ്റിങ്ങിന് വേണ്ടിയുള്ള വാചാടോപം മാത്രമാണെന്ന് ആളുകൾ ധരിച്ചു പോകും. നോക്കുക, ആ യുവാവിനെ ഇനി ജോലിയിൽ പോലും വെക്കരുത് എന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളും ശക്തമാവുകയാണ്. എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെ 8 മണിയോടുകൂടിയാണ്. ഇതുവരെ ആ ചെറുപ്പക്കാരനൊന്നും സംഭവിച്ചതായി അറിവില്ല. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനും കഴിയില്ല. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.